അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ കക്കട പോയി പോവാണേ. ഒറ്റ മൈൻഡാണ്. ഹെൽമെറ്റിന്റെ പിന്നിൽ ഈ ചങ്ങായിന്റെ കണ്ണുകളാട്ടോ. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇന്ത്യ നല്ലോണം വികസിച്ചിട്ടോ. ആ ക്യാമറയ്ക്കുള്ള നോട്ടം കണ്ടാരേട്ടോ ചെക്കൊരു സാധുവാണ്. ഞാൻ പല കാക കണ്ടിക്കണ ടിവിയിലാട്ടോ. പിന്നെ കണ്ടിക്കണ ആ പാടത്തുവാണ്. നമ്മള് പോണേക്ക് നല്ല വൈബ് ഉണ്ടായിരുന്നു. ഈ വൈബ് സേച്ച് പോയിട്ടാ തോന്നുന്നു. ഒരു റോഡും ഇല്ലാത്ത പോസ്റ്റിന് വരെ 4 ലൈനൊക്കെ ഉണ്ടേ. നമ്മളൊരു കാര്യം റോഡ് ലാക്കിന്റെ കുന്നതുകൊണ്ട് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു സൈഡ് വലി കിട്ടും. എന്താ ചക്കുന്റെ അഭിപ്രായം? ഞാൻ എന്ത് പറയാനാ, നമ്മള് ബാക്കിൽ വന്നിരുന്നാട്ടോ. ഓല് വരെ നമ്മളെ മുമ്പ് എത്തി. അവിടുന്നാണ് ഈ ഒരു അനക്കൊക്കെ കേൾക്കണ്ടേ. പക്ഷെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. സത്യം പറയാലോ, ഞാനോലെ പിരാക്കിട്ടൊന്നും ഇല്ലട്ടോ. പിന്നെ ഓല നല്ലതും പറഞ്ഞ നമ്മള് കയറിയതാട്ടോ. നമ്മളും കുടുങ്ങി. അത് അതിന് ഒന്നാണ് ബാക്ക് നോക്കിയതാ. ഓല കാര്യത്തിലൊരു തീരുമാനിക്കണേ. അവിടെ ഇറക്കി കാടൊക്കെ കത്തിച്ച് നല്ല പരിപാടിയിലാട്ടോ. പിന്നെ നമ്മളെപ്പോഴും വന്ന് ചാർജിന് അവിടെ പൂട്ടിയും ചെയ്തു. പിന്നെ ആദ്യമായിട്ട് പഞ്ചായത്ത് വിട്ട് പുറത്തിറങ്ങണ ചക്കു പറയാത്ത ലോകോസാനാണല്ലോ. എന്താ പോന്റെ ഒരു തള്ളില്ലേ. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ ഇറക്കം കണ്ടേ. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടാണ് ഈതറിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ്. ഈ പ്രൊമോഷൻ വീഡിയോ ഉണ്ട് ഈതറെ നമ്മൾ മൂത്ത് നോക്കി തുപ്പും. വണ്ടി പകുതിയും പോയത് മാൻ പവറിലാണ്. വണ്ടിന്റെ ഒരു കാര്യം നേരെ പോയി നമ്മളെ ചായപ്പീടി അറിയുന്ന ഒരു കടി കാട്ടും. നിങ്ങളോട് പറയാം, അവിടെ ഇല്ലാത്ത കടിയാളില്ല. ഞങ്ങൾ ചെന്നപ്പോ കടിയൊക്കെ കഴിയാനേക്കണേ. അവിടുന്ന് ഒരു അടിപൊളി പോസ്റ്റും പിന്നെ ഒരു ഇക്കമ്പൊക്കോടി എടുത്തിട്ടോ. ചക്കുവിനോട് കടിനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളീ കാണുന്നത് അടിപൊളി കുറച്ച് സോസും കൂടി കിട്ടിയപ്പോ സാധനം വേറെ ലെവൽ. ഇവനാണെങ്കിൽ അതിന്റെ അടുക്ക് ടേബിളിന് ചായ ടേസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ടോം പിന്നെയും വണ്ടിക്കണം ചായ ഓർഡർ ചെയ്യാൻ. അതിന്റെ അടുക്ക് ഈ ചങ്ങായി ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടാണ്ട് നമ്മളൊരുമാതിരി നോട്ടം. ചക്കു ഇവിടെ ഒരു ഏർപ്പാടാക്കി എടുത്തിക്കണേ. എന്നിട്ട് ഓന്റെ ഡയലോഗും ചായ അടിച്ചാൽ ബുദ്ധി കൂടുമല്ലോ. പിന്നെ പൈസ കൊടുത്താണ്ടില്ല. എന്റെ ഒരു വരവാണ് നിങ്ങൾ കാണുന്നത്. പൈസ ഓൻ്റെതാണെന്നുള്ളൂ. നാട്ടിലത്തെ റോഡിനെ പറ്റി ഓനോട് ചോദിച്ചപ്പോ ഓന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇത്ര അടിപൊളി റോഡ് ഗൾഫിലില്ല. ബാക്ക് സൈഡ് ആണ് കല്ലായി കണ്ടപ്പോ നമ്മള് നെയ്സിൽ നീച്ചു. ആ കാട്ടിൽ ആദ്യമായിട്ട് ഒരു വണ്ടി കയറിയ സന്തോഷം ഞങ്ങൾക്ക് 2 കൊണ്ടിട്ടോ. പിന്നെ നമ്മള് നേരെ പോയി നിസ്കരിച്ചാണ് കേട്ടോ. നിസ്കാരം വിട്ടൊരു കളിയില്ലേ. പിന്നെ നമ്മള് വണ്ടി എടുത്ത് നോക്കുമ്പോൾ അതിൽ ചാർജും ഇല്ല. നമുക്ക് ഓർമ്മശക്തി കൂടുന്ന അസുഖം ഉണ്ടായതുകൊണ്ട് ചാർജർ എടുത്തിട്ടില്ല. ചാർജ് ഫുള്ള് കണ്ട് ഉന്താ റെഡി ആയി നിൽക്കുന്ന ചക്കുവിന്റെ സ്മൈലി ഫേസ് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വണ്ടി എന്തായാലും പവറും വെള്ളം നോക്കി എടുക്കട്ടോ. ഞങ്ങൾ എന്താളും അങ്ങനെ ഒരു സംഭവം എടുത്ത് നമ്മൾ പണിയിടങ്ങി. നമ്മളെ ലോന് അവിടെ ചാർജർ രണ്ടിന്റെ മെയിൻ ആരാണ് ഈ കാണുന്നത്. ആ സുനാപ്പെടുത്ത് വണ്ടിമ കുത്തിയിട്ടും സാധനം കയറുന്നില്ലേ. ആ പൊട്ടന്മാരെ സ്കാനർ ഒക്കെ മറന്നു. ഏത് സാഹചര്യത്തിൽ കുട്ടിയെ കൈവിടില്ല എന്ന് നീയത്ത് വെച്ചിരിക്കണ. പിന്നെ ഷോൺ കൂട്ടില്ല. നമ്മൾ പിന്നെ കുറെ യൂട്യൂബിലേക്ക് മെയിനായി. എന്നിട്ട് സംഭവം കിട്ടണില്ലേ. ഒരു വിധത്തിനും സംഭവം കിട്ടണില്ല. കണ്ടപ്പോ ഞങ്ങൾ രണ്ടാളും കൊട്ടാറി അല്ലേ ഹെൽപ്പ് ചോദിച്ചാനേ. ആരാത്ര ചന്തക്കൊന്നും ഉള്ള എക്സ്പ്ലോർ ചെയ്യുന്ന പരിപാടി എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഈ സാമാനം ഏതെങ്കിലും ഒരു പെരി കയറ്റി വെച്ചാലോ എന്ന് കരുതിട്ട് നമ്മളെ കൊണ്ട് വെച്ച് ബാങ്കിലാട്ടോ. അവിടെ ആകുമ്പോൾ CCTV നിരീക്ഷണം ഉണ്ടാവും. നമ്മൾ റിച്ചാണ്ട് ചന്തക്കുന്ന ഓട്ടർഷിപ്പ് പോയിട്ടോ. അവിടുന്ന് നേരെ ഇറങ്ങിയ പോലീസുകാരും പോകും. അങ്ങനെ ആ പേടി മാറ്റാൻ വേണ്ടി റാഹത്തൊന്ന് കയറാൻ നോക്കിട്ടോ. പൈച്ച് പട്ടിയേക്കണേ. ഏത് ഹോട്ടലിൽ ചെന്നാലും ആദ്യം നോക്കുക അവിടുത്തെ ബാത്റൂമാണ്. വള്ളക്ക് പൈച്ചിട്ട് വന്നിട്ട് പാവം കുറെ വെള്ളം എടുത്ത് കുടിച്ചിരുന്നു. നമുക്ക് ഈ ഒരു സീനില്ലാത്തോണ്ട് ഞാനൊരു കാന്താരി ഓനെ അൽഫാം പറഞ്ഞു. അവന്മാർ റാഹത്തേക്കിന് രണ്ടാളും. അതിന് പൈസന്റെ കാര്യം ചോദിച്ചുമ്പോൾ ചെക്കമായ 4th മെയിൻ ആണ്. ഞാൻ കരുതി കേൾക്കേണ്ടി വരുന്നു പാത്രേ. അതിന് കൂട്ടുകാരനെ വെയിറ്റ് ചെയ്യണ രബനൊരു ചായ ഞാനൊരു വെള്ളം എടുത്തിട്ടോ. പിന്നെ ഒരു മുട്ടിയും. പിന്നെ ചെക്കൻ വന്ന് നമ്മളേറെ വരെ പോയിട്ടോ. അപ്പൊ ബാക്കി ഇൻഷാല്ലാ പിന്നെ